الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان صدق الله العلي العظيم. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഇവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ സമയത്ത് നിങ്ങളെ മുൻപിൽ ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നാഥനായ റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും പഠിക്കേണ്ടതാണ് ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ ജീവിതം. അവിടുത്തെ ചരിത്രം ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ അതരറ്റം സ്നേഹിച്ച, അവിടുത്തെ തിരുസുന്നത്ത് മുറുകെ പിടിച്ച ഒരു സഹാബിയായിരുന്നു ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ. മദീനത്ത് നിന്ന് ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ വിളിച്ചു പറയാനുണ്ടായി, എൻ്റെ റസൂൽ ആരെങ്കിലും ഒന്ന് വഫാത്തായെന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ എടുക്കുമെന്ന് മദീനത്തുള്ള ആളുകളോട് ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ വിളിച്ചു പറഞ്ഞു. മദീനത്തുള്ള എല്ലാവരോടും ആരെയും ഭയക്കാത്ത, ആരെയും പേടിക്കാത്ത ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. അമീറുൽ മുഅ്മിനീനായ ഉമർ തങ്ങൾ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ റസൂൽ ആരെങ്കിലും ഒന്ന് വഫാത്ത എന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ്, എൻ്റെ റസൂലിനെ കൊണ്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവൻ്റെ തല ഞാൻ എടുക്കുമെന്ന് പറയുന്ന ഉമർ ബിനുൽ ഖത്താബ്. അവിടുത്തെ ചരിത്രം വളരെ മനോഹരമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതാണ്. ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയായ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ നടന്നു പോകുകയാണ്, സഹാബാക്കളുടെ കൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ തലതാത്തുകയാണ്. പിന്നീട് അവിടെയുള്ള സഹാബാക്കളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ, നിങ്ങൾ എന്താണ് ഇവിടുന്ന് തലതാത്തി നടന്നത്? അപ്പോൾ അമീറുൽ മുഅ്മിനീനായ ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫയായ ഉമർ തങ്ങളങ്ങ് വിളിച്ചു പറയുകയാണ്, യാ സഹാബ, എൻ്റെ റസൂലുണ്ടായപ്പോൾ ഇതിലൂടെ ഇങ്ങനെയാണ് നടന്നത് സഹാബ, അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ നടക്കുന്നത് സഹാബ. അവിടുത്തെ സഹാബാക്കളോട് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുത്തെ സഹാബാക്കളൊക്കെ ഞെട്ടുകയാണ്. അമീറുൽ മുഅ്മിനീനായ ഉമർ തങ്ങളുടെ സ്നേഹം എത്രത്തോളമായിരുന്നു ഹബീബിനോട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ അവിടെ നിന്ന് തലതാത്തി നടന്നു. അതാണ് ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ പിൻപറ്റിയത്. പിന്നീടുണ്ടായത് ചരിത്രമാണ്. എപ്പോഴും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ കിനാവിലായി
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയായിരുന്നു. എപ്പോഴും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കിനാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയായിരുന്നു. പിന്നീട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കിനാവിൽ എപ്പോഴും വന്നുകൊണ്ടിങ്ങനെ സംഭാഷണമുണ്ടാകുമായിരുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കിനാവിൽ അങ്ങ് അല്ലാഹുവിൻ്റെ റസൂല് വരാതെയാകുകയാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇതാ പോകുകയാണ് ഇലാ ഹളറത്തി സയ്യിദിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് പോയിട്ടങ്ങ് പൊട്ടിക്കരയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. എന്താണ് യാ റസൂലല്ലാഹ്, നിങ്ങൾ എൻ്റെ കിനാവിൽ വരാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങ് പൊട്ടിക്കരയുകയാണ്. അതേ ആ രാത്രിയിലതാ അല്ലാഹുവിൻ്റെ റസൂൽ അമീറുൽ മുഅ്മിനീനായ ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കിനാവിൽ വരികയാണ്. കിനാവിൽ വന്നുകൊണ്ട് പറയുകയാണ് യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കിനാവിൽ ഞാൻ വരാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ തിരുസുന്നത്തായ മിസ്വാക്ക് അങ്ങ് വിട്ടുപോകുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണ്ണുകൾ കലങ്ങിക്കൊണ്ട് പറയുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളങ്ങ് പറയുകയാണ് യാ റസൂലല്ലാഹ്, എന്നോട് മറന്നു പോകുന്നതാണ് നബിയേ. അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കിനാവിൽ വരികയായിരുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങളങ്ങായപ്പോൾ വരാതെയായി. വെറും ഒരു മിസ്വാക്ക് വിട്ടുപോയത് കൊണ്ടാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വരാതെയായത്. ഇതോടെയൊന്നും അവിടുത്തെ ചരിത്രം അവസാനിക്കുന്നില്ല. ആരെയും ഭയക്കാത്ത, ആരെയും പേടിക്കാത്ത അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് തളർന്നു പോവുകയാണ്. റസൂലിന്റെ ഈ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളങ്ങ് തളർന്നു പോകുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇതങ്ങ് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളങ്ങപ്പാട് തളർന്നു പോവുകയാണ്. പിന്നീടുണ്ടായത് ചരിത്രമാണ്. എപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് ശേഷം പെട്ടെന്ന് പോകുകയായിരുന്നു. പെട്ടെന്ന് പോയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തിരിയാത്ത രൂപത്തിൽ അവിടെ ഉണ്ടായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പോകുകയാണ്. നോക്കുമ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിലേക്കാണ്. അവിടെയെല്ലാം വൃത്തിയാക്കി കൊടുക്കുകയാണ്. ആരാണ് വൃത്തിയാക്കി കൊടുക്കുന്നത്? ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. ഇത്രയും വലിയ ആളായ ഒരാള് ഒരു വൃദ്ധയായ സ്ത്രീയുടെ എല്ലാം വൃത്തിയാക്കാൻ പോകുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതാണ് ഇതൊക്കെ. ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായ അന്ന് ഇസ്ലാം ഭരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുകയാണ്. അവിടുത്തെ ചരിത്രം എത്ര പരിമളമാണ്, ഇതെന്തൊരു സുഗന്ധമാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ജീവിതം അത്രത്തോളം മനോഹരമായിരുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനിയർ വിഭാഗം വാലിദിന് ശേഷം സബ് ജൂനിയർ വിഭാഗം